ചേർത്തല തിരോധാന കേസുകളിലെ ദുരൂഹത ഒഴിയുന്നില്ല. പ്രതി സെബാസ്റ്റ്യനെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യും. എന്തൊരു കക്ഷിയായി ഈ സെബാസ്റ്റ്യൻ. ഇങ്ങനെ തുടർച്ചയായിട്ട് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ പരിശോധന തുടരും. റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. ഇന്നലെ തെരച്ചിൽ ലഭിച്ച അസ്ഥികഷ്ണങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. ശരത്ത് SS ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്ത്. വൺസ് അഗെയിൻ, ഈ സെബാസ്റ്റ്യൻ ഒരു അപാര പുള്ളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കൊടും കുറ്റവാളി നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ആരും അറിയാതെ ജീവിച്ചിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു കേസാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇതൊരു സീരിയൽ കില്ലറിന്റെ കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ ശരത്? ദുരൂഹതകൾ ഒഴിയുന്നില്ല അല്ലേ ശരത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന കൊലപാതക കേസിന്റെയും ഒപ്പം തിരോധാന കേസുകളുടെയും ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. അതിലേറെ നിർണായകമാവുക ഇന്നലെ അടക്കം ലഭിച്ച തെളിവുകളാണ് എന്നുള്ളത് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ സെബാസ്റ്റിന്റെ ഈ വീട്ടിന് പുറകുവശത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ അസ്ഥി കഷ്ണങ്ങളടക്കം കണ്ടെത്തിയത്. നമുക്കിപ്പോഴും കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇന്നലെ പരിശോധന നടത്തിയതിന്റെ ഭാഗമായി എടുത്ത കുഴികളും മണ്ണ് മാറ്റിയിട്ട് അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് 12:45 അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി വീട്ടിലെത്തിയത്. 7 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ നിന്ന് അന്വേഷണ സംഘം മടങ്ങിയത്. അതിൽ ഈ പറയുന്നത് പോലെ അസ്ഥി കഷ്ണമടക്കം കേസിനേറെ നിർണായകമാകുന്ന പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ അസ്ഥി കഷ്ണത്തിന് പുറമെ കണ്ടെത്തിയ ബാഗ്, അതേപോലെ തന്നെ വസ്ത്രങ്ങളുടെ ചില ഭാഗങ്ങൾ, ഒപ്പം ഒരു കൊന്തയടക്കമുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലും നിർണായകമാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് പലതവണ നേരത്തെ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്നെ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിർണായകമാകുന്ന ഒരു മൊഴിയും സെബാസ്റ്റ്യൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ CCTV അടക്കം സെബാസ്റ്റ്യന്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്ന CCTV അടക്കം ലഭിച്ചിരുന്നു. അത് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പോലും സെബാസ്റ്റ്യൻ പറയുന്ന മറുപടിയും ആ CCTVയിൽ ഉള്ളത് താനല്ല എന്ന രീതിയിൽ അത്രത്തോളം കളവ് പറഞ്ഞ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുന്ന രീതിയായിരുന്നു സെബാസ്റ്റ്യൻ സ്വീകരിച്ചു വരുന്നത്. ആ സാഹചര്യത്തിൽ ഇതിപ്പോൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ച തെളിവിന് പുറമെ ലഭിച്ച കൂടുതൽ തെളിവുകൾ അതുകൂടി നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കാണ് ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണ സംഘം കടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം DNA പരിശോധന ഫലം കൂടി ഇതിന്റെ ഭാഗമായി ശേഖരിക്കും. അതായത് നിലവിൽ ഇപ്പോൾ ഇന്നലെ കണ്ടെത്തിയ അസ്ഥി കഷ്ണത്തിന്റെ കൂടി പരിശോധന ഫലം ലഭിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഒരാളെയാണോ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത്, അതല്ല ഈ പറയുന്നത് പോലെ ഈ കാണാതായ സ്ത്രീകളെ മുഴുവൻ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോൾ പ്രധാനമായും ഉണ്ടാവുക. ഒപ്പം ഈ ആദ്യം കണ്ടെത്തിയ അസ്ഥി കഷ്ണത്തിൽ ഒരു ക്യാപ്പിട്ട പല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് ഈ ജൈനമ്മയുടേതല്ല, ഒരുപക്ഷെ ഐഷയുടേതാകാമെന്ന സംശയം ആ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ ജൈനമ്മയ്ക്ക് പുറമെ മറ്റാരെയൊക്കെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി, കൊലപാതകം നടത്തിയത് എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട്. ഇന്നലെ ഇപ്പോൾ തെളിവുകളടക്കം ലഭിച്ചു എന്ന് പറയുമ്പോഴും ഈ കൊലപാതകം നടത്തിയെന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം സെബാസ്റ്റ്യൻ യാതൊരു തരത്തിലുള്ള മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. മാത്രമല്ല കൊന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ആരെയായിരിക്കുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ DNA പരിശോധന ഫലം കൂടി എന്തായാലും ഈ കേസിൽ നിർണായകമാകും. കഴിഞ്ഞ ദിവസം തന്നെ DNA പരിശോധനയ്ക്കായി ആദ്യഘട്ടത്തിൽ ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ അയച്ചിരുന്നു. ഇതിനു പുറമെ ഇപ്പോൾ ഇന്നലെ ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ കൂടി പരിശോധനയ്ക്ക് അയക്കും. ഒപ്പം ഇന്നലെ ലഭിച്ച തെളിവുകൾ കൂടി ചോദ്യം ചെയ്യലും ഇന്നിപ്പോൾ നടക്കും. ജോർജ് കുട്ടിയുടെ വീടാ ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ ദുരൂഹത എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ടായിരിക്കും അല്ലേ? ആ നമ്മുടെ ഏരിയൽ ഷോട്ടൊക്കെ കാണുന്ന സമയത്ത് ദൃശ്യ സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ടാണ് ഓർമ്മ വരുന്നത്. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഒരാൾ പതുങ്ങിയിരുന്നു, ഒരു കൊലപാതകയെ, ഒരു സീരിയൽ കില്ലറായിട്ടുള്ള ആൾ. സ്ത്രീകളെ പരിചയപ്പെടുക, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുമായിട്ട് അടുത്ത് സൗഹൃദം സ്ഥാപിക്കുക, എന്നിട്ട് അവരെ കല്യാണം ആലോചിക്കുക, എന്നിട്ട് അവരുടെ സ്വർണ്ണം അടിച്ചു മാറ്റുക, എന്നിട്ട് കൊന്നു കുഴിച്ചുമൂടി സ്വന്തം പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചുമൂടിയിടുക. ഇതാണ് പോലീസ് ഇപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു വലിയ സീരിയൽ കില്ലിങ്ങിന്റെ കഥയാണോ പുറത്തു വരുന്നത്? കാത്തിരിക്കുക എന്നറിയുന്നു. കിട്ടിയിരിക്കുന്ന അസ്ഥികഷ്ണങ്ങൾ ആരുടേതൊക്കെയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. അസ്ഥികഷ്ണമൊക്കെ കിട്ടിയ കുറച്ച് കഴിയുമ്പോൾ വല്ല പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ ആണോ എന്നുള്ളതും കൂടി നമുക്ക് അന്വേഷിക്കണം. എന്തായാലും അതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കണ്ടെത്തിയ അസ്ഥികഷ്ണത്തിൽ പ്രത്യേകിച്ച് തലയൊട്ടിയുടെ ഭാഗത്ത് പല്ലിൽ കമ്പിയിട്ടിരുന്നു. അത് മറ്റൊരാളുടേതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജൈനമ്മയെ അന്വേഷിച്ചു പോയപ്പോൾ ഇന്ദു വരുന്നു, ബിന്ദു വരുന്നു, വേറെയും ചില ആളുകൾ വരുന്നു. എന്താണല്ലേ?